ആമസോൺ പ്രൈമിൽ വന്നൊരു പുതിയൊരു വെബ് സീരീസിൻ്റെ കാര്യം പറയാനാണ് വന്നത്. 56 ഡേയ്സ് എന്ന് പറഞ്ഞൊരു നോവലിനെ ബേസ് ചെയ്തെടുത്തൊരു വെബ് സീരീസാണ്. അത് തന്നെയാണ് നോവലിൻ്റെ പേര് 56 ഡേയ്സ് എന്ന് തന്നെയാണ്. നല്ലൊരു വെബ് സീരീസ് കേട്ടോ. നല്ലൊരു ക്രൈമിൽ തുടങ്ങുന്നു. നല്ലൊരു ക്രൈം ത്രില്ലറായിട്ട് നമുക്കത് ആദ്യം തോന്നും. പക്ഷേ ക്രൈം മാറി അത് റിവഞ്ച് ആവും. റിവഞ്ച് മാറി സൈക്കോ ത്രില്ലറാവും. പിന്നെ അത് ഒരു ലവ് സ്റ്റോറി ആവും. എല്ലാം കൊണ്ടും കുഴപ്പമില്ല, നന്നായിട്ട് പടം ചെയ്തിട്ടുണ്ട്. ഒരു നഗരത്തിലെ ഒരു ആഡംബര അപ്പാർട്ട്മെൻറ്റിലെ പോലീസ് നോക്കുമ്പോൾ ആരുമില്ലാത്തൊരു അപ്പാർട്ട്മെൻറ്റ്, അതിനകത്ത് ബാത്ത് ടബിൽ ഒരു ശവം കിടക്കുന്നു. എന്ന് വെച്ചാൽ പോലീസ് ചെല്ലുമ്പോൾ ശവം പൂർണ്ണമായിട്ട് അഴുകിയ നിലയിലാണ്. ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാത്ത നിലയിലാണ് ആ ശവം കിടക്കുന്നത്. അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നല്ല ത്രില്ലിങ്ങാണ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത് വെക്കാൻ തന്നെ തോന്നും. നമുക്കൊരു 6ാമത്തെ 7ാമത്തെ എപ്പിസോഡിലൊക്കെയാണ് അത് വില്ലൻ ആരാണ്, മരിച്ചത് ആരാണെന്നൊക്കെ നമുക്കത് അറിയാൻ പറ്റുന്നത്. നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ട്, നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നായിക ഉഗ്രനായിട്ടുണ്ട്, നായിക അഭിനയം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ക്ലീൻ ഒരു പക്ക എൻ്റർടൈനർ വെബ് സീരീസ്. പിന്നെ പ്രത്യേകം പറയാനുള്ള അഡൽട്ട് സീരീസാണ്. 18 വയസ്സ് കഴിച്ചുകൾ മാത്രം കാണുക, അഡൽട്ട് മാത്രം കാണുക. അതിനകത്ത് കുറേ ഇൻറ്റിമേറ്റ് സീൻസും പിന്നെ കുറേ വയലൻസ് സീൻസൊക്കെ നല്ലപോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അഡൽട്ട് മാത്രം കാണാൻ പറ്റുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. കുഴപ്പമില്ല, നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വെബ് സീരീസ് 56 ഡേയ്സ്. ഓക്കെ.